ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ കുറേ നാളായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു നേർച്ച ഉണ്ടായിരുന്നു 1000 മെഴുകുതിരി കത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള മെഴുകുതിരിയൊക്കെ കത്തിച്ചു. എനിക്ക് ഒരുപാട് വിശ്വാസമുള്ളൊരു പള്ളിയാണ് ഈ പുണ്യാളച്ചൻ്റെ പള്ളി. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും പോയി പ്രാർത്ഥിക്കുന്നതുമാണ്. അങ്ങനെ ഞാൻ നേർന്നിട്ട് കത്തിക്കണ മെഴുകുതിരിയാണത്. പിന്നെ നേരെ പോയിട്ടുള്ളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു കിഡിലൻ ആംബിയൻസ് ആണ് അത് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. 2 നിലയായിട്ടാണ് അവിടെ ഉള്ളത്. ഞാനിപ്പോൾ മേളത്തെ നിലയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇതെന്ന് പറയുന്നത്. ഓപ്പൺ ആണ് മൊത്തത്തിൽ. അതിലൊരു റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ട്. അതിൽ ഇങ്ങനെ ട്രെയിൻ പോകുന്നതൊക്കെ നമുക്ക് കാണാം. അത് കണ്ടോ, അവിടെ നിന്ന് ഒരു ട്രെയിൻ വരുന്നത്. ഞാനിപ്പോൾ പെട്ടെന്ന് ട്രെയിൻ പോകുന്നതിന് മുന്നേ റെക്കോർഡ് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ആ ടൈമിലൊക്കെ ഇങ്ങനെ പോയിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു ഉച്ച സമയത്തൊക്കെയാണ് പോയിട്ടുള്ളത്. വൈകുന്നേരമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിലും നല്ല ഭംഗിയാണ്. സ്കൈ ഒക്കെ മൊത്തത്തിൽ വേറെ കളറായിട്ട് ഭയങ്കര രസമാണ് അവിടെ മൊത്തത്തിൽ കാണാനായിട്ട്. ആ ഒരു സൈഡിലിരിക്കുന്ന മൊത്തം ഷോപ്സും അങ്ങനെയാണ് കാണാനായിട്ട്, എല്ലാം ഭംഗിയാണ്. കുറേ നേരം അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിരുന്ന് അങ്ങനെ നമ്മുടെ ഫുഡ് അവസാനം വന്ന്. അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളത് മോമോസും ഫ്രൈഡ് മോമോസും അതുപോലെ തന്നെ മിൻറ്റ് ലൈമുമാണ്. എനിക്ക് മിൻറ്റ് ലൈം എൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു ഐറ്റമാണ്. ഭയങ്കര ഇഷ്ടമാണ് അത്. ഞാനിപ്പോൾ ഈ ഇടയ്ക്കായിട്ടാണ് ആ ഒരു സംഭവം കുടിച്ചു തുടങ്ങിയിട്ടുള്ളത്. അന്ന് മുതൽ എനിക്ക് ഇന്ന് വരെ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് ഇഷ്ടം പൈനാപ്പിൾ ജ്യൂസും. പിന്നെ ഒരു ചെറിയ മിറർ സെൽഫിയൊക്കെ ആയിട്ട് നേരെ ലുലുമാളിലേക്ക് പോയി. ലുലുമാൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഡിസംബറിൽ ഓപ്പൺ ആയതാണ്. അപ്പോൾ ഒന്ന് ലുലുമാളിലൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ കണ്ട് പിന്നെ അവിടുന്ന് നേരെ പോയത് അമ്പലത്തിലേക്കായിരുന്നു. അമ്പലത്തിൽ ഉത്സവം നടക്കുവാണ്. അവിടെ കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി എല്ലാ കടകളിലും കയറി 2-3 കമ്മലൊക്കെ മേടിച്ചു. പിന്നെ അവിടെ കുറേ വിഗ്രഹങ്ങൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിഷു വരാൻ പോവല്ലേ, അതിൻ്റെ ഉള്ള കൃഷ്ണനും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. മാലകൾ, കമ്മലുകൾ, ഫുഡ് ഐറ്റംസ്, പഴയ ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാനിപ്പൂരിയും കഴിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു.